CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. ശശിധരൻ കർത്തയുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നത് എന്ന് കുറ്റപത്രത്തിൽ. പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് CMRL പണം നൽകിയത്. പ്രതിമാസം 3 ലക്ഷം രൂപയ്ക്ക് പുറമെ 5 ലക്ഷം രൂപ കൂടി എക്സാലോജിക്കിന് നൽകിയെന്നും കണ്ടെത്തൽ. ശ്യാം പ്രസാദ് ഉത്തവനോട് വിശദാംശങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. ഗുരുതരമായ കണ്ടെത്തലുകളാണല്ലോ ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. അധികമായി ഒരു 5 ലക്ഷം രൂപ കൂടി എക്സാലോജിക്കിന് നൽകി എന്നും ഒരു കണ്ടെത്തൽ ഇതിൽ പറയുന്നല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്യാം? മൊത്തി അതായത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ എക്സാലോജിക് CMRL സംബന്ധിച്ചുള്ള ഇടപാടുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 ഇക്കഴിഞ്ഞ മാസം നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നൽകാത്ത സേവനത്തിന് 2.78 കോടി രൂപ ഇത് എക്സാലോജിക്കിന് കൈമാറി എന്നതാണ്. അതിൽ ശശിധരൻ കർത്തയും വീണയും തമ്മിൽ ഗൂഢാലോചന നടത്തിയാണ് ഈ പണം തട്ടിച്ചത് എന്ന തരത്തിലുള്ള ഗൗരവതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. ഇതിൽ ഈ വീണയ്ക്ക് 5 ലക്ഷത്തിന് പുറമെ 3 ലക്ഷം കൂടി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു സേവനവും നൽകിയതായിട്ടുള്ള ഒരു രേഖകളും ഇവർക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഇത്തരത്തിലുള്ള രേഖകളും സമർപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലവിൽ SFIO നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ശരി ശ്യാം, SFIO നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഗുരുതരമായ കണ്ടെത്തലാണ്.